ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും നമ്മളിന്ന് പോകുന്നത് കുവൈറ്റ് ടവറിലോട്ടാണ്. ഒരു വീക്കെൻഡ് ഡേയിലാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ. അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ചാർജ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓൺലൈൻ ത്രൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. 3 KD ആണ് ഓരോരുത്തർക്കും വരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കയറാം. അപ്പോൾ ഇതാണ് കുവൈത്ത് ടവറിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ പേയ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. കുവൈറ്റ് ടവറിൻ്റെ ഇതിൽ 3 ടവറായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു ടവറിലോട്ട് മാത്രമാണ് നമുക്ക് എൻട്രൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. കുവൈറ്റ് ടവറിൻ്റെ അടിവശത്തായിട്ട് നല്ല ഗാർഡനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലൈറ്റ് എഫക്റ്റും അടിപൊളിയായിരുന്നു. പിന്നെ കുവൈറ്റ് ടവറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ ലൈറ്റും. അത് കൂടുതൽ ഭംഗി രാത്രിയിൽ കാണാനാണ് കൂടുതൽ ഭംഗി ഉണ്ടായിട്ടുള്ളത്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടുവെക്കുമ്പോൾ മോള് ആ ഭാഗത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുവൈറ്റ് ടവർ കാണാനായിട്ട് ഏറ്റവും ഭംഗി രാത്രിയിലാണ്. അതിൻ്റെ ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ഭംഗി. പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി വെക്കുമ്പോൾ ഫുള്ള് എന്താ പറയുക, പകലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പുറത്തോട്ട് കാണാൻ കുറച്ചും കൂടി നല്ലത് പകൽ ടൈമിലാണ്. പിന്നെ പുറത്ത് ഉള്ള ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ രാത്രിയാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. കുവൈറ്റ് ടവറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാട്ടർ തീം പാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കുവൈറ്റ് ടവറിൻ്റെ മുകളിൽ കയറിയാൽ എല്ലാം നല്ലപോലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് പുറത്ത് നിന്നിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ കുവൈറ്റ് ടവറിൻ്റെ അകത്തോട്ട് കയറാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ കാണാൻ പോലും നമുക്ക് എൻട്രൻസ് ഫീ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു താഴത്തെ ഭാഗങ്ങളും ഈ ഗാർഡൻ ഏരിയയും ഒക്കെ കാണാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ മെയിനായിട്ട് ഇനിയുള്ള എൻട്രൻസിലോട്ട് പോവുകയാണ്. കുവൈറ്റ് ടവറിൻ്റെ എൻട്രൻസിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ കയറാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് നമുക്ക് ഒരു ലിഫ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ആളാണല്ലോ ചെയ്തു തരുന്നത്, നമ്മളവിടെ ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ ചെയ്യുന്നത്. കുവൈറ്റ് ടവറിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് ഞങ്ങൾ സ്ട്രോളറും കൂടി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും മോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇരുത്താലെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ മോൾ എന്തായാലും ഇരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറുതെ ഉന്തി പിടിച്ച് നടക്കുകയായിരുന്നു. നല്ല ബ്രൈറ്റ് ലൈറ്റിൽ നിന്ന് കുറച്ച് ഡിം ലൈറ്റിലോട്ടാണ് പോയപ്പോൾ ഒരു ഫീലാണ് ആദ്യം തന്നെ കുവൈറ്റ് ടവറിൻ്റെ അകത്തോട്ട് കയറി വെക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുവൈറ്റ് ടവറിൻ്റെ അകത്തുള്ളൊരു വ്യൂ വരുന്നത്. ഈ ഒരു ടൈമിൽ ഉമ്മാനെയും കൂടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് ഉമ്മാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുവൈറ്റ് ടവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിന് മുകളിൽ കയറിയാൽ നമുക്ക് കുവൈത്ത് ഏകദേശമൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും 3 KDക്കുള്ള കാണാനായിട്ടുള്ള ഒന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഐറ്റംസ് അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ സൗണ്ടുകളോ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഈ ഫ്ലോറിൽ തന്നെ ടെലിസ്കോപ്പും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഞങ്ങൾ പോയ ടൈമിൽ നമുക്ക് ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൂം ചെയ്യാനും ദൂരെയുള്ള കാഴ്ചകൾ കുറച്ചും കൂടി അടുത്തായിട്ട് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കോയിൻ ഇട്ടതിന് ശേഷം മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്നത് നമ്മൾ താഴ്ന്ന് കണ്ടിട്ടുണ്ടായിരുന്ന വാട്ടർ തീം പാർക്കാണ്. അതിനുശേഷം ഞങ്ങൾ മുകളിലോട്ട് തന്നെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെനു കാർഡും ഒക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേര് വെള്ളം അതേപോലെ തന്നെ ജ്യൂസൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേറെ ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തത് റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരാദ്യം ചോദിക്കും ഏത് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കും. കൂടുതൽ പേരും കാണുന്നത് ഈ ഒരു ഏരിയ മാത്രമാണ്. കുവൈറ്റ് ടവറിൻ്റെ ആദ്യം കാണിച്ചിട്ടുള്ള പോർഷനാണ് കൂടുതൽ പേരും വരുന്നത്. ഇനി അടുത്തത് റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നമ്മളിനി കാണാൻ പോകുന്നത് 2 ടൈപ്പ് റെസ്റ്റോറൻറ്റ് ഏരിയയാണ് അവിടെ ഉള്ളത്. ഒന്ന് ചൈന ഇന്ത്യ കോമ്പിനേഷൻ ടൈപ്പ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഉള്ളത് ജപ്പാനീസ് റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻ്റൊക്കെ ആണെങ്കിൽ പോലും തീരെ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സൈലൻ്റ് ആണ്. കൂടുതൽ പേരും അധികം അവിടെ വിസിറ്റ് ചെയ്യാനൊന്നും പോകുന്നുണ്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ജപ്പാനീസ് റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രം അവിടെ അവർ വെച്ചിട്ടുള്ളൂ. അധികമൊന്നും കാണാനായിട്ട് നമുക്ക് ഒരു കൗതുകം തോന്നുന്നുള്ള ഒരു റെസ്റ്റോറൻ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1-2 കസ്റ്റമേഴ്സ് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതലും സലാഡ് ഐറ്റംസ് പോലെയാണ് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്.
പിന്നെ അത് കണ്ടതിന് ശേഷം നമ്മൾ ഇന്ത്യ ചൈന റെസ്റ്റോറൻറ്റിലോട്ടാണ്, കോമ്പിനേഷൻ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുഡ് അതേപോലെ തന്നെ ചൈനീസ് ഫുഡും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ ബഫേ ഒക്കെ ഉണ്ട്. ബഫയുടെ ചാർജും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അവർ ഫ്ലെക്സ് ബോർഡിലായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ കണ്ടുനോക്കുമ്പോൾ നമുക്ക് പറ്റിയ ടൈപ്പ് ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ സലാഡ് കുറേ ഐറ്റംസ്, ഡെസേർട്ട് ഐറ്റംസ്, റൈസ് ഐറ്റംസ്, മീറ്റ് ഐറ്റംസ്, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ലിഫ്റ്റിൽ തന്നെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും കൂടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടാണ് നമുക്ക് കീ ചെയിൻ അതേപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് ഓർണമെൻറ്റ്സ് പോലത്തെ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കുവൈറ്റ് ടവറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ, ബൈ.